ഇന്ന് കാലത്ത് നേരത്തെ തന്നെ എഴുന്നേറ്റു കേട്ടോ. ഈ സമയത്തൊന്നും ഞാൻ ഇവിടെ വന്ന് എഴുന്നേക്കാറില്ല. ഒരു 6 മണി സമയമായിട്ടേ ഉള്ളൂ. 7 മണിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല വെയിലുണ്ടാവും ഇവിടെ. സാധാരണ ഞാൻ ഇവിടെ വന്ന് ഈ സമയത്ത് എഴുന്നേക്കുന്നത് ഹോസ്പിറ്റലിൽ പോകാനായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ഇവിടെ നിന്നാണ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നത്. തലേ ദിവസം ഇങ്ങോട്ട് വരും, എന്നിട്ടാണ് രാവിലെ ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു 3-4 മാസമായിട്ടാണ് ഞാൻ അവിടെ നിന്ന് തന്നെ പോകാൻ വേണ്ടി തുടങ്ങിയത്. രാവിലെ തന്നെ അമ്മ പാല് തിളപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ അത് കുടിച്ചിട്ട് കുറച്ച് നേരം പുറത്ത് കൂടെയൊക്കെ നടന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഇവിടെ. രാവിലെ നല്ല വെളിച്ചമൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്ന് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും തുന്ന ഒരുപാടുണ്ട്. ഓണം സീസൺ ആയില്ലേ, അപ്പോൾ അവർ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, അതുപോലെ വൈകിട്ടോട്ട് കിടക്കുക. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കുറച്ച് പണിയാണ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ വൈകുന്നേരത്തിനും കൂടി ഉണ്ടാക്കി വെച്ചാൽ അപ്പോൾ അവർ പണി തീർന്നല്ലോ വിചാരിച്ചിട്ട് ഇപ്പോൾ രാവിലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കി. പിന്നെ മോൾക്ക് വേണ്ടിയിട്ട് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നുണ്ട് കൂടെ. പിന്നെ നമുക്ക് രാവിലെ നേരത്തെ തന്നെ പൂടണം. ഒരു 7:30 ആകുമ്പോഴേക്കും നമ്മളിവിടെ പോയിട്ട് കഴിയാറുണ്ട്. അതിന് മുന്നേ നമ്മൾ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെക്കും. പിന്നെ അത് കഴിഞ്ഞ് അമ്മയ്ക്ക് അച്ഛനും തുന്നാനിരിക്കണം. അപ്പോൾ നേരത്തെ എല്ലാ പണികളും ഇപ്പോൾ രാവിലെ ചെയ്യുന്നുണ്ട്. പിന്നെ രാവിലെ അച്ഛൻ പോയിട്ട് പൂക്കളൊക്കെ പറിച്ചുകൊണ്ടുവരാറുണ്ട്. അപ്പോൾ കുറച്ച് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് പൂടുന്നത്. ഇപ്പം എനിക്ക് ഇങ്ങനെ ഇരുന്നിട്ട് പൂടാൻ പറ്റുന്നില്ല കേട്ടോ. നല്ല ബാക്ക് പെയിൻ ഉണ്ട്, അതുപോലെ തന്നെ മൊത്തത്തിൽ കാലൊക്കെ വേദനയാണ്. അപ്പോൾ ഞാൻ ഇപ്പം ഇങ്ങനെ ചെയ്യാറില്ല, അമ്മ കേട്ടോ ചെയ്യുന്നത്. അപ്പോഴേക്കും മോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. ഇതിപ്പോൾ തുടങ്ങിയതില്ല, ഈ ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം തുടങ്ങിയതില്ല കേട്ടോ. മുന്നേ ഉണ്ടായിരുന്നു. സിസേറിയൻ കഴിഞ്ഞ മുതൽ ഇങ്ങനെ ഇരുന്നിട്ടുള്ള പണികളൊന്നും ചെയ്യാൻ പറ്റും. നല്ല ബാക്ക് പെയിൻ ഉണ്ട്. പൂക്കളൊക്കെ ഇടാൻ തുടങ്ങിയ ശേഷം മോള് നേരത്തെ എഴുന്നേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്ക് കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. ഇപ്പം ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് റെഡിമെയ്ഡ് വാങ്ങി വയ്ക്കുന്നുണ്ട്. അതുപോലെ തിരുവോണത്തിൻ്റെ ദിവസം മാത്രം പൂടുന്നവരുണ്ട്. സമയമില്ലാതാണ്, അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. പക്ഷേ ഇവർക്ക് നമുക്ക് പറ്റുന്ന സമയം ഇങ്ങനെയൊക്കെ ചെയ്ത് അവർക്കൊരു കുട്ടിക്കാലത്ത് നല്ലൊരു ഓർമ്മകളാണ് വലുതാകുമ്പോൾ ആലോചിക്കാനൊക്കെ ആയിട്ട്. പിന്നെ നമ്മുടെ ഒരു പൈതൃകത്തിൻ്റെ ഭാഗം കൂടിയാണല്ലോ ഇത്. ഈ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അമ്മയച്ചന് തുന്നണ കാര്യങ്ങളിലേക്ക് കടന്നു. അതിന് ശേഷം മോളെ ക്ലാസ്സിൽ കൊണ്ടാക്കാനൊക്കെ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.